ഇതൊക്കെ ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നു. ചെയിൻ സോക്കറ്റും ക്ലച്ച് കേബിൾ, ആക്സിലറേറ്റർ കേബിൾ. ഹലോ ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എൻ്റെ NS200 ഏകദേശം എടുത്തിട്ട് 3 വർഷത്തോളം ആയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഏകദേശം 26,800 കിലോമീറ്റർ ഓൾറെഡി ഓടി. അപ്പോൾ അങ്ങനെ ഇരിക്കെ ചെയിൻ സോക്കറ്റും എല്ലാം ഡാമേജായി, ക്ലച്ച് കേബിൾ, ആക്സിലറേറ്റർ കേബിൾ അങ്ങനെ എല്ലാം മാറണം. അതുകൊണ്ട് ഈ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ അതെല്ലാം മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത് മാറാനായിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഇന്ന് പോകുന്നത് ഹീറോയുടെ ഷോറൂമിലോട്ടാണ് മാറാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഞാൻ കഴിഞ്ഞ ദിവസം 2-3 ഷോറൂമിലും വർക്ക്ഷോപ്പിലൊക്കെ കയറി. അത്ര സർവീസൊന്നും അത്ര പോരാ, പണിക്കാരൊന്നും അത്ര അങ്ങോട്ട് നന്നായിട്ട് തോന്നിയില്ല. നമുക്ക് വണ്ടി പണിത് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പറയുന്ന പോലെ കേട്ട് പണിയാൻ ഉള്ളൊരു ആളുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. ഞാൻ ഹീറോയുടെ ഷോറൂമിൽ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോഴാണ് അവരുടെ സർവീസ് സെൻറ്റർ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയപ്പോഴും അവിടുത്തെ സ്റ്റാഫിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അവർ നല്ലൊരു സർവീസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും ട്രൈ ചെയ്തേക്കാം, നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചെയിനും സോക്കറ്റും കാര്യങ്ങളെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് നമുക്ക് കൊണ്ടുവന്നു. അപ്പം 26,000 കിലോമീറ്റർ ചെയിനും സോക്കറ്റ് ഓടിയിട്ടുള്ളൂ. പക്ഷേ ഇതിൽ കൂടുതൽ നമുക്ക് ഓടിക്കാം. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി ഒരു 5,000 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി ലൂസ് ടൈറ്റ് ആയിട്ട് ഇപ്പോൾ 20,000 കിലോമീറ്റർ ഞാൻ ആ ചെയിനും സോക്കറ്റും വെച്ച് റൺ ചെയ്തു. അപ്പോൾ അറിയാമല്ലോ, ലൂസ് ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത്ര കംഫർട്ടല്ല. ഇപ്പോൾ ഒരു കംഫർട്ടില്ല, ഭയങ്കര വൈബ്രേഷനും ഒരു സുഖമില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഏകദേശം ഒരു അപ്പ് ആൻഡ് ഡൗൺ ഒരു ദിവസം 30 കിലോമീറ്റേഴ്സ് നമുക്ക് ഓടേണ്ടി വരും. അതിനകത്ത് 10 കിലോമീറ്റേഴ്സ് 60-40 ആ റേഞ്ചിലൊക്കെ പോകും. പിന്നെ ബാക്കിയുള്ള 20 കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വണ്ടി എപ്പോഴും 80 അല്ലെങ്കിൽ 90, 100 ആ റേഞ്ചിലായിരിക്കും വണ്ടി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്പീഡ്. കാരണം നമുക്ക് ഹൈവേസിൽ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഒരുപാട് പതുക്കെ പോയി കഴിഞ്ഞാൽ ബാക്കിലുള്ള വണ്ടിക്കാർ നമ്മളെ ഹോണടി ഡിസ്റ്റർബ് ചെയ്യും. അതുമാത്രമല്ല നമുക്ക് തന്നെ അത് അപകടം വരുത്തി വെക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് മാറിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് മാറാമെന്ന് വിചാരിച്ച് പോകുന്നത്. അപ്പോൾ കുവൈറ്റിൽ ആരെങ്കിലും ഈ വണ്ടിയുടെ മെയിൻ്റെനൻസിന് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ഏതൊരു വണ്ടിയാണെങ്കിലും ഏതൊരു മോഡലാണെങ്കിലും നിങ്ങൾക്ക് ഹോണ്ടയുടെ ഷോറൂമായിട്ട് ബന്ധപ്പെടാം. അവർ പ്രൊഡക്റ്റ്, നമ്മുടെ ഐറ്റം നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും, നമ്മുടെ പാർട്സ് കിട്ടിയില്ലെങ്കിൽ പോലും അവരത് ഓർഡർ ചെയ്ത് വരുന്ന ടൈം മാത്രമേ എടുക്കത്തുള്ളൂ. വന്നു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ പെട്ടെന്ന് അവർ വണ്ടി റിപ്പയർ ചെയ്ത് നമുക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഷോറൂം വരുന്നത് ഷോയിക് ഇൻഡസ്ട്രിയൽ ഏരിയക്കകത്താണ് ഈ ഹീറോയുടെ ബൈക്ക് ഷോറൂം വരുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് വിളിച്ചായിരുന്നു ഇന്ന ടൈമിന് വരുമെന്ന് പറഞ്ഞ്. അതുകൊണ്ട് തന്നെ ചെന്നപ്പോൾ തന്നെ അവർ ഓൾറെഡി നമ്മുടെ വണ്ടി അപ്പം തന്നെ അകത്ത് കയറ്റി പണി തുടങ്ങി.
ഹലോ ഗൈസ്, അങ്ങനെ വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞ് ഇറക്കി. ഞാൻ ചുമ്മാ ഒരു ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വേണ്ടി ഇറക്കിയതാണ്. ചെയിനൊക്കെ മാറ്റിയപ്പോൾ തന്നെ എന്തൊരു സമാധാനമാണ് അറിയാം. ക്ലച്ച് കേബിൾ മാറ്റി, ആക്സിലറേറ്റർ കേബിൾ മാറ്റി, ഓയിൽ ചേഞ്ച് ചെയ്തു. അപ്പം അങ്ങനെ വണ്ടിയുടെ ഏകദേശം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ചെറിയ ചെറിയ പണികളൊക്കെ. ഇനി ടയർ ആണ് നെക്സ്റ്റ് ടാസ്ക്. ടയർ മാറണം വണ്ടിയുടെ. ക്ലച്ച് ഭയങ്കര ഇച്ചിരി കുറവാണ്, കുറച്ചും കൂടെ കൂട്ടണം. വേറെ പ്രശ്നം, വണ്ടി ഒരുപാട് സ്മൂത്തായി. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തു ഓൾറെഡി. അമ്മമാർ വണ്ടി വാഷ് ചെയ്തു. അങ്ങനെ അടിപൊളിയായിട്ട് എല്ലാ പരിപാടിയും വർക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തു. ഇല്ല, ഞാൻ ജസ്റ്റ് നോക്കിയത്. അങ്ങനെ വണ്ടിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഹലോ ഗൈസ്, അങ്ങനെ എൻ്റെ വണ്ടിയുടെ സർവീസ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി തിരിച്ച് റൂമിലേക്ക് പോവാണ്. വണ്ടിയെല്ലാം ചെയിൻ സോക്കറ്റൊക്കെ മാറിയപ്പോൾ തന്നെ വണ്ടി നല്ല സൈലൻ്റായി, സ്മൂത്തായി. അപ്പോൾ കുവൈറ്റിൽ ആരെങ്കിലും ബൈക്ക് സംബന്ധമായിട്ട് എന്തെങ്കിലും സർവീസിങ് ഇഷ്യൂ, പാർട്സ് കിട്ടാത്ത ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹീറോയുടെ ഷോറൂമിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി അത് മാത്രമല്ല, അവർക്ക് മൊബൈൽ വർക്ക്ഷോപ്പും ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ വണ്ടി കേടായിട്ട് റൂമിലിരിക്കുക, എവിടെയെങ്കിലും ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ തപ്പിയാൽ മതി. ഹീറോയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവരുടെ കോൺടാക്ട് നമ്പറും അവൈലബിൾ ആണ്. ഞാൻ എൻ്റെ വീഡിയോയിലും കോൺടാക്ട് നമ്പറൊക്കെ കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും ബാക്കി ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഏതൊരു വണ്ടിയാണെങ്കിലും ഏതൊരു ബ്രാൻഡാണെങ്കിലും അവർ സർവീസ് ചെയ്ത് തരുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.